ഓ ലൈസൻസ് ഒക്കെ പണ്ടേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്യാറൊന്നുമില്ല. അങ്ങനെ ഒരാളാണോ നിങ്ങൾ? എന്തുകൊണ്ടായിരിക്കാം പലർക്കും ലൈസൻസ് ഉണ്ടെങ്കിലും ഡ്രൈവ് ചെയ്യാൻ ഭയം തോന്നുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ എനിക്കും തോന്നിയിരുന്നു, സ്ത്രീകളൊക്കെ ഡ്രൈവ് ചെയ്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോകുമ്പോൾ എനിക്കിതൊക്കെ പറ്റുമോ, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നും. പക്ഷെ നമുക്കതൊക്കെ പറ്റുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു ഉള്ളിൽ. ഒരാൾ ഡ്രൈവിങ്ങിലേക്ക് ഇറങ്ങാൻ നിരുത്സാഹപ്പെടുത്തുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മളുടെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡിസ്കറേജിങ് കമൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഭയമായിരിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി ആവാം. പിന്നെ ചില ആളുകൾ പറയാറുണ്ട്, എന്നെ ആരും അങ്ങനെ ഒന്ന് ഡ്രൈവ് ചെയ്യണം എന്നൊന്നും എൻകറേജ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എനിക്കതൊരു ആവശ്യമായിട്ട് തോന്നിയിട്ടില്ല, ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ആവശ്യമായിട്ട് തോന്നുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വളരെ കോമൺ ആയിട്ടുള്ളൊരു റീസൺ, ഞാൻ പലപ്പോഴും ഇതിനു വേണ്ടി ശ്രമിച്ചതാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ബ്രദർ, അച്ഛൻ, ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പുറത്തിരുന്ന് വല്ലാതെ എന്നെ കൺട്രോൾ ചെയ്യും, ഒരുപാട് ദേഷ്യപ്പെടും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും, എന്നാൽ ഡ്രൈവ് ചെയ്യേണ്ട, എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗാണ് എനിക്ക് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യാത്തത്. അപ്പോൾ ഇതുപോലെ ഡ്രൈവ് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ഒരാൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രം: അവരുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഭയമുണ്ടാവും. ആ ഭയത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു എഫേർട്ട് ഇടുക, അവർക്ക് കോൺഫിഡൻ്റ് ആക്കുക, അവർ നന്നായിട്ട് ചെയ്യും, അങ്ങനെയൊക്കെ അവരെ നന്നായിട്ട് പറഞ്ഞൊന്ന് എൻകറേജ് ചെയ്യുക, അവരൊന്ന് റിലാക്സ് ചെയ്യിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വളരെ ഈസി ആയിട്ട് അവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒപ്പമുള്ള ആൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഭാവിയിൽ ഒരു എമർജൻസി വരുമ്പോൾ അവർ തന്നെയായിരിക്കും നമുക്ക് ഹെൽപ്പിന് ഉണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ലൈസൻസ് എടുത്ത് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഡ്രൈവിങ്ങിലേക്ക് കൊണ്ടുവരാം.